കടലിന്റെ അക്കരെ പോയോരെ കാനാ പെണ്ണിനെ കണ്ടോരെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും കൈ നിറയെ മാണിക്ക കല്ല് കൊണ്ടുവരും. ഇവർ എല്ലാവരും ഒരേ സ്വരത്തിൽ സന്തോഷത്തിലാണെന്ന്. പാട്ടും വർത്തമാനവും സ്വറപറച്ചിലുകളുമായി രാവിലെ ഒത്തുകൂടുന്നതാണ് ഇവിടെ. വൈകുന്നേരമായാലും വീട്ടിലേക്ക് പോകാൻ ഇവർക്ക് മടിയാണെന്ന്. കൊല്ലം ജില്ലയിലെ നീണ്ടകര പഞ്ചായത്തിലെ മുസ്ലിയാർ റോഡിലെ ഓഷ്യാനിക് മത്സ്യ സംസ്കരണ യൂണിറ്റിലെ കാഴ്ചകളാണ് ഇതെല്ലാം. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് സാഫ് വഴി തീരമൈത്രി പദ്ധതി പ്രകാരം 2021 യൂണിറ്റ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ബ്ലെസ്സി, വിജയ, മേരി, വിനീത, സ്റ്റെല്ല ജോസഫ് എന്നിവർ ചേർന്ന് കുറച്ചു പേരെയും കൂട്ടി ആരംഭിച്ചതാണ് ഈ മത്സ്യ സംസ്കരണ യൂണിറ്റ്. സാഫിന്റെ ധനസഹായമായ 5 ലക്ഷം രൂപയായിരുന്നു ഇവരുടെ പ്രവർത്തന മൂലധനം. ഈ കാണുന്ന സുന്ദരമായ കടലും കടപ്പുറവും ഓഷ്യാനിക് യൂണിറ്റും ഇവരുടെ വീടുകളും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. മത്സ്യം ഉണക്കുന്നതിന് അനുയോജ്യമായ സ്ഥലസൗകര്യമുള്ളതിനാൽ യൂണിറ്റിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. വിവിധതരം മത്സ്യങ്ങൾ വൻതോതിൽ ഉണക്കി കേരളത്തിനകത്തും പുറത്തുമായി കച്ചവടം നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരാൾക്ക് 1 ലക്ഷം രൂപ വെച്ച് ഗ്രാന്റ് കിട്ടി. 5 പേര് കൂടി ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ കിട്ടി. ആ ഗ്രാന്റ് കിട്ടിയതുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാപനം ഇത്രയും ആദ്യം ചെറിയ രീതിയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ആ 5 ലക്ഷം രൂപ കിട്ടിയപ്പോഴത്തേക്ക് ഞങ്ങൾ 5 പേര് കൂടി ഇവിടെ ഇത്രയും വലുതായി. ഞങ്ങൾ ഏകദേശം ഒരു ദിവസം 1000 കിലോ പച്ചമീനൊക്കെ എടുക്കും. നെത്തോലി ആണെങ്കിൽ 5000 കിലോ വരെ എടുക്കും. ബിസിനസ് ലാഭമാണ്. കുടുംബം കഴിയാം, കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ മക്കളെയൊക്കെ വളർത്താം. മക്കളൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാം. ഉന്നത വിദ്യാഭ്യാസം അവിടെ വരെ എത്തിയിട്ടുണ്ട്. 2021 മുതൽ ഇതുവരെ സാഫ് നടപ്പിലാക്കുന്ന എല്ലാ മേളകളിലും പങ്കെടുക്കുകയും മികച്ച വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇവർ. 1ാം ഘട്ടം 25,000 രൂപയിൽ തുടങ്ങി 2ാം ഘട്ടമായ 50,000 രൂപ വരെ ഗ്രൂപ്പിന് നൽകിയിട്ടുണ്ട്. ഒരു മാസം ശരാശരി 6 ലക്ഷം രൂപയുടെ വിറ്റുവരവാണ് ഇവിടെ നടക്കുന്നത്. ഓരോ അംഗങ്ങൾക്കും 15,000 രൂപ മാസ വരുമാനവുമുണ്ട്. തീരദേശ വികസന കോർപ്പറേഷന്റെ ശക്തികുളങ്ങരയിലെ ഫിഷ് പ്രോസസിംഗ് യൂണിറ്റിലേക്ക് ആവശ്യമായ മത്സ്യം വിതരണം ചെയ്യുന്നതിന് ഓർഡർ ലഭിച്ചത് ഗ്രൂപ്പിന് ഒരു പുത്തൻ ഉണർവ് തന്നെ നൽകിയിരിക്കുകയാണ്. നന്ദി.